Jägermeister is from Germany. ഒരു ചെറിയ ടൗൺ, a small town called Wolfenbüttel, ഒരു കൺസർവേറ്റീവ് ഒരു ടൗൺ ആണ്. അടഞ്ഞ് ഒതുങ്ങി കിടക്കുന്ന ഒരു ടൗണിൽ ഒരു സാമാന്യം നല്ല ഒരു ലിക്യറാണ്. അത് എങ്ങനെ ഇത്രയും പോപ്പുലറായി, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് വൈ ഡിഡ് ദേ ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഹെർബൽ ലിക്യർ? ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി ഒറിജിൻ. ഈ ടൗണിൽ വില്ലം മാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിനിഗർ മാനുഫാക്ചറർ അല്ലെങ്കിൽ വൈൻ ട്രേഡർ ആയിരുന്ന ഒരു പുള്ളിക്ക്, അയാളുടെ മകനാണ് ഈ കേർട്ട് മാസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഈ ലിക്യേഴ്സും സ്പീഡ്സും എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി പണ്ടേ കൊച്ചിലെ ഇതിനകത്ത് താല്പര്യപ്പെട്ട് പല ഡ്രിങ്ക്സും ഇതെല്ലാം കോൺകോക്ട് ചെയ്ത് കൊണ്ടുവന്ന് പുള്ളി ഒരു ഐഡിയ, ഒരു ഇതെല്ലാം കൊണ്ടുവന്ന് റെസിപ്പി ഉണ്ടാക്കിയതാണ് ഈ യാഗമൈസ്റ്റർ. അയാൾ 37 വയസ്സാകുമ്പോഴത്തേക്ക് 1934 അയാൾ ഈ ബിസിനസ് ടേക്ക് ഓവർ ചെയ്തിട്ട് അയാളുടെ സ്റ്റാമ്പോടുകൂടി യാഗമൈസ്റ്റർ he introduced into the market. Jägermeister എന്ന് പറയുന്നത് ലിറ്ററൽ മീനിങ് മാസ്റ്റർ ഹണ്ടർ എന്നാണ്. He was a enthusiastic, he was a hunter. Hunting was in his heart. അപ്പൊ അവിടെ ഒരു ലോ ഉണ്ട്, ഈ മാസ്റ്റർ ഹണ്ടർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഉണ്ട്. ഈ വാർഡൻസ് അല്ലെങ്കിൽ റേഞ്ചേഴ്സ്, ഈ ഫോറസ്റ്റ് ഗെയിം കീപ്പേഴ്സ്, ഇവർക്കെല്ലാം കൂടെ ഒരു ലോ, ഒരു റൂൾ വേണം. ഇവിടെ എല്ലാം ഒരു റൂളുണ്ട്. ഇപ്പൊ കാനഡയിലായാലും യു എസിലായാലും എവിടെയായാലും ഈ നാച്ചുറൽ നേച്ചറിൽ അല്ലെങ്കിൽ പാർക്സിൽ പോയിട്ട് ഹണ്ടിങ് അലൗഡ് ആണ്. കാര്യം ആനിമൽ പോപ്പുലേഷൻ ഒരു പരിധി മുകളിൽ അത് വന്നുകൂടാണെങ്കിൽ ആ ഫുഡ് ചെയിൻ എല്ലാം എഫക്ട് ചെയ്യും. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹണ്ടേഴ്സിന്റെ അടുത്ത് പറയും, ഈ മാസം നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരിനെ, ഒരു ഡിയറിനെ, അല്ലെങ്കിൽ ഇത്രയും ഫിഷ്, 5 ഫിഷ് ഓരോരുത്തർക്കും ഇന്ന ജാതി, ഇങ്ങനെ ഓരോരോ ഇത് അങ്ങനെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹണ്ടിങ് ഒരു ഈ ആനിമൽ കൺട്രോൾ പോലെയാണ്. അപ്പൊ അതിനൊരു മാസ്റ്റർ ഹണ്ടർ എന്ന് പറഞ്ഞൊരു ടൈറ്റിലുണ്ട്. അപ്പൊ 1934 ഈ ലോ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പുതിയത് ഹെർമൻ ഗോറിങ് എന്ന് പറഞ്ഞ പുതിയ ആള് വന്നു, ആ പുതിയ ലോയായിട്ട്. അപ്പോഴത്തേക്കും പുള്ളി ഈ കേർട്ട് മാസ്റ്റർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, യേഗമൈസ്റ്റർ ദ മാസ്റ്റർ ഹണ്ടർ. പുതിയ മാസ്റ്റർ ഹണ്ടറും വന്നു, പുതിയ ഡ്രിങ്കും വന്നു. കുറെ പേര് അത് ഗോറിങ് ഷ്നാപ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജസ്റ്റീവ്, ഈ ആഹാരം കഴിഞ്ഞാൽ കുടിക്കാവുന്ന ഒരു ഡൈജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്. നമ്മളാണെങ്കിൽ ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു കട്ടൻ അടിക്കും നമ്മൾ പറയാം. പക്ഷേ കട്ടൻ ഇവിടെ അതിനകത്ത് കെഫൈൻ ഉള്ളതുകൊണ്ട് അത് കഴിക്കാറില്ല. അപ്പൊ ഒരു ഹെർബൽ ഡ്രിങ്ക് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കഷായം കഴിച്ചിട്ട് നമുക്ക് കിടക്കാം എന്നുള്ള ഒരു രീതിയാണ്, വെസ്റ്റേണൈസ്ഡ് ഒരു കോൺസെപ്റ്റ്. എനിവേസ്, അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. Now, ഇത് എങ്ങനെ പോപ്പുലറായി? ഈ ജർമ്മനിയിലെ കൺസർവേറ്റീവ് സ്ഥലത്തുനിന്നത് എങ്ങനെ ഇത് വേൾഡിൽ പോപ്പുലറായി?